ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ കേൾക്കട്ടെ ബിജുവും കൂടെ പറയട്ടെ. അതായത് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നത് 105 ഹെക്ടർ സർക്കാർ പുറമ്പോക്കും അതിനോടൊപ്പം അനുബന്ധ സ്ഥലങ്ങളും കയ്യേറിയെന്നാണ് പറയുന്നത്. ഏതാണ്ട് 400 ഏക്കറോളം വരുമെന്നാണ് ക്രൈംബ്രാഞ്ച് ഇടക്കാല റിപ്പോർട്ടായി നെടുങ്കണ്ടം കോടതിയിൽ നൽകിയ ഇടക്കാല റിപ്പോർട്ടിൽ പറയുന്നത്. വാസ്തവത്തിൽ അദ്ദേഹം പറയുന്ന വാസ്തവം ശരിയാണ്. കാരണം അദ്ദേഹം റിപ്പോർട്ടിനെ പറ്റി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അതെ അതെ 105 ഏക്കർ പക്ഷെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നത് 400 ഏക്കറോളം ഭൂമി അദ്ദേഹത്തിന്റെ കൈവശമുണ്ടെന്നാണ് നെടുങ്കണ്ടം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ശരിക്കും പറഞ്ഞത് 105 ഹെക്ടർ 400 ഏക്കറോളം ഭൂമി അദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. ആ ഭൂമി സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് രാമദാസ് എന്ന് പറഞ്ഞ ഉടുമ്പൻചോല തഹസിൽദാർ നൽകിയ റിപ്പോർട്ട് നമ്മൾ സ്റ്റോറിയിൽ കാണിക്കുന്നുണ്ട്. അല്ല, നിങ്ങൾ തഹസീൽദാരുടെ റിപ്പോർട്ട്, ഞാൻ പറയുന്നു കളക്ടർ ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടിന്റെ കോപ്പി എടുപ്പീര്. ആ റിപ്പോർട്ട് ഇപ്പൊ എവിടെയുണ്ടെന്ന് നിങ്ങളൊന്ന് നാട്ടിലെ ജനങ്ങളോട് മുമ്പിൽ പറ. ആ റിപ്പോർട്ട് പിൻവലിച്ചില്ലേ? പിൻവലിക്കാൻ കാരണം എന്താ? സർവേ സൂപ്രണ്ട് ഓഫീസിൽ ഈ 105 ഹെക്ടർ വസ്തുവിൽ 102 ഹെക്ടറും ഗവൺമെന്റ് വക കൈവശത്തിലാണെന്നുള്ള റെക്കോർഡ് തൊടുപുഴ സർവേ സൂപ്രണ്ട് ഓഫീസിൽ ഇരിക്കുകയാണ്. ആ വസ്തുത നിലനിൽക്കുമ്പോഴാണ് ഈ വസ്തു ഞാൻ കൈയേറി കള്ളപ്പട്ടയുണ്ടാക്കിയെന്ന തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചരണങ്ങൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പേരിൽ ഗവൺമെൻറ് വക വസ്തു കൈവശപ്പെടുത്തിയെന്ന പേരിൽ ഒരു വിജിലൻസ് കേസ് ഇന്ന് മൂവാറ്റുപുഴ കോടതിയിൽ നിലനിൽക്കുന്ന ഒരു വിജിലൻസ് കേസ് ഉള്ളതായിട്ട് എനിക്കറിയാം. മറ്റൊരു കേസുള്ളതായിട്ട് എനിക്കറിയില്ല. നിങ്ങൾ ഈ ലോകത്തൊട്ടാകെയുള്ള മലയാളികൾ എവിടെല്ലാം ഉണ്ടോ അവിടെ എല്ലാം ലോകത്തിലെ ഏറ്റവും വലിയ കയ്യേറ്റക്കാരനായി ചിത്രീകരിച്ച നിങ്ങളെ ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു, ലംബോദരൻ കയ്യേറിയ ഭൂമി കാണിച്ചതാ, നിങ്ങളെ കാണിച്ചതാ. ശ്രീ എം എം ലംബോദരൻ ഈ എഫ്ഐആർ നമ്പർ 149/2007 അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പേരിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇവിടെ നമ്മുടെ ടവർ പൊളിച്ച കേസ് ഞാൻ ലൈബീരിയയിൽ നിന്ന് തിരിച്ചു വരുമ്പം ബഹുമാനപ്പെട്ട അന്നത്തെ KPCC പ്രസിഡന്റാണെന്നാണ് എൻ്റെ ഓർമ്മ. ബഹുമാനപ്പെട്ട നമ്മുടെ രമേശ് ചെന്നിത്തല അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ലംബോദരൻ്റെ ടവർ പൊളിച്ച കേസ് ദേവികുളം കോടതിയിൽ കൊടുത്തിരുന്ന FIR നിർജീവമാക്കി, ആ കേസ് പിൻവലിപ്പിച്ചു എന്ന് പറഞ്ഞ് ആക്ഷേപം ഉന്നയിച്ചു. ഞാൻ ഉടൻ തന്നെ അന്നത്തെ DYSPക്ക് വിവരാവകാശ നിയമം അനുസരിച്ചൊരു അപേക്ഷ വെച്ചു. ഈ ടവർ പൊളിച്ച കേസുമായി ബന്ധപ്പെട്ട് ആരുടെയെങ്കിലും പേരിൽ കേസ് എടുത്തിട്ടുണ്ടോ, ദേവികുളം കോടതിയിൽ FIR കൊടുത്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഞാനോ എൻ്റെ കുടുംബാംഗങ്ങളോ പ്രതിയാണോ എന്ന് ചോദിച്ച് വിവരാവകാശ നിയമം അനുസരിച്ച് അപേക്ഷ കൊടുത്തതും അതിന് ബഹുമാനപ്പെട്ട DYSP തന്ന മറുപടി എറണാകുളത്ത് തന്നെ പത്രസമ്മേളനം നടത്തി പത്രക്കാർക്ക് ഞാൻ വിതരണം നടത്തി. അതിൽ പറഞ്ഞു, അങ്ങനെ ടവർ പൊളിച്ചത് കമ്പനിക്കാർ തന്നെ പൊളിച്ചുകൊണ്ട് പോയി, അതുമായി ബന്ധപ്പെട്ട ഒരു FIR ദേവികുളം കോടതി കൊടുത്തിട്ടില്ല, അങ്ങനെ ഒരു കേസ് എടുത്തിട്ടില്ല. ശരി മതിയായ സമയം താങ്കൾക്ക് വിശദീകരിക്കാൻ എനിക്ക് ഇടവേളയ്ക്ക് പോകണമെന്ന് ബിജു. അതിനുമുമ്പ് ബിജു ഒരു നിമിഷം, ശ്രീ ലംബോദരൻ താങ്കൾ മാത്രമല്ല സംസാരിച്ചു പോകേണ്ടത്, താങ്കൾ മാത്രമല്ല സംസാരിച്ചു പോകേണ്ടത്. ബിജു മറുപടി. ഒരു കാര്യം നിങ്ങൾ തിരുത്തണം. കാരണം 2 മണിക്കൂറായിട്ട് നിങ്ങളുടെ ചാനലിൽ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, ലംബോദരൻ ചിന്നക്കനാലിൽ കൈയേറിയ 300 ഏക്കർ ഭൂമി എന്ന് പറഞ്ഞ് കള്ളപ്പട്ട ഉണ്ടാക്കുന്ന പങ്കെടുക്കുമ്പോ പറയാണ്. ശരി ഒരു നിമിഷം താങ്കൾ സഹകരിക്കൂ. ബിജു പറഞ്ഞോളൂ. ബിജു, MM ലംബോദരന്റെ വാദഗതികൾക്ക് അടിസ്ഥാനമുണ്ടോ? ഒരടിസ്ഥാനമല്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിനെ അറിയാവുന്നവർക്കും ആ ദൗത്യ സംഘ കാലയളവിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കും ഒക്കെ അറിയാൻ കഴിയും. കാരണം അദ്ദേഹം പറയുന്നത് 105 ഹെക്ടർ എന്നുള്ളൊരു ഒരു സർക്കാർ ഭൂമിയുടെ പരിധിയെ പിടിച്ചാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ 105 ഹെക്ടറും കള്ളപ്പട്ടയമാണ്. കള്ളപ്പട്ടയം ആദ്യം ഉണ്ടാക്കിയതിനു ശേഷം മകൻ ലംബോദരന്റെ അളിയന് കൈമാറുന്നു. അതിനുശേഷം അളിയൻ ലംബോദരന് കൈമാറുന്നു. അതിന് ഈ പട്ടയങ്ങളൊന്നും സാധൂകരിക്കാനാവില്ല, ഇതെല്ലാം നിയമപരമല്ല, വ്യാജ പട്ടയമാണെന്ന് രാമദാസ് എന്ന് പറയുന്ന ഉടുമ്പൻചോല തഹസീൽദാർ നൽകിയ റിപ്പോർട്ട്, ഈ ഭൂമി സർക്കാരിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നൽകിയ റിപ്പോർട്ടാണ് നമ്മൾ ആ വാർത്തയിൽ കാണിച്ചിരിക്കുന്നത്. 250 ഏക്കറിന്റെ കള്ളപ്പട്ടയത്തിന്റെ രേഖ